താമരശ്ശേരി ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. അവിടെ വഴിമാറ വണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് വയനാട്ടിലേക്കാണ് പോണത്. അപ്പൊ വയനാട്ടിലെ നമ്മളെ പപ്പു പണ്ട് അവാർഡ് കിട്ടിയ ആ ചുരമൊക്കെ അല്ലേ, ആ ചുരം വഴിയൊക്കെ നമ്മള് പോണത്. നമ്മളെ കൂടെ കണ്ടോ നമ്മളെ സലീം ഭായി ഉണ്ട്. സലീം ഭായി ഒരു ഹായ് ഒക്കെ പറയങ്ങള്. മൈസാക്കെ കുറെ ചെക്കന്മാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മൾ നേരെ വയനാട് നമ്മളെ താമരശ്ശേരി ചുരം കയറാൻ അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇൻട്രോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. അപ്പോൾ ഞങ്ങൾ നേരെ ചുരം കയറാൻ പോവുകയാണ്. നോക്കേ അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. അപ്പൊ പണ്ട് പപ്പുവിന് അവാർഡ് കിട്ടിയ ചോരേതാണ് ഇതായിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വെറും 1 കിലോമീറ്ററിന്റെ താഴത്തേ ഉള്ളൂ. ഇത് കോഴിക്കോട് ജില്ലയിലുള്ള ഈ ചുരം ഇതിന് 10 ഹെയർ പിൻ വളവുകളാണുള്ളത്. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ പിൻ ബെൻഡുകളെല്ലാം കണ്ട് ആസ്വദിക്കാം. ഇത് നമ്മൾ ചുരം കയറി പോകുമ്പോൾ സൈഡിലുള്ള വ്യൂസുകളാണ് കേട്ടോ. നല്ല അടിപൊളി 2-3 വ്യൂ പോയിൻറ്റ്സ് എല്ലാം ഉണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിക്കുക. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഈ ചുരത്തിനകത്ത് പോകുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് ഈ വ്യൂ പോയിൻറ്റ്സുകൾ തന്നെയാണ് കാണാം. ചുരം ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിപ്പിക്കേണ്ട വേണ്ടിയിട്ടാണ് ഫുൾ എടുക്കാത്തത്.
ഇതിന് വ്യൂ പോയിൻറ്റ്സ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ അടുത്ത് വന്ന് കാണുന്നതിൻ്റെ വേണം, എന്നാൽ തന്നെ അതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വയനാട് ജില്ലയിലേക്ക് എൻ്റർ ചെയ്തു. ഈ കവാടമാണ് അതിൻ്റെ സിമ്പിൾ. ഇപ്പോൾ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്, ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അടിപൊളി കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.